എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ആദ്യത്തെ ഡ്രോയിങ് ക്ലാസ് ആരംഭിക്കുകയാണ്. നമുക്കിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പോലെ ഒരു ബുക്കും പേനയും അല്ലെങ്കിൽ ഒരു ബുക്കും പെൻസിലും മാത്രം മതി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. ഏത് പ്രായക്കാർക്കും ഇതിപ്പോൾ ചെയ്യാം. ഇനിയിപ്പോൾ വെക്കേഷൻ വരികയാണ്. അപ്പോൾ കുട്ടികളെ നിങ്ങൾക്ക് കൊണ്ടാക്കുവാനോ അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് വരാനോ ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്നവരായിരിക്കാം. ശരി, രാത്രി വന്നിട്ട് നിങ്ങൾക്കും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം. അപ്പോൾ ഏതൊരാളുടെയും ഒരു ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ഏതെങ്കിലും ഒരു കല പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എനിക്കറിയാവുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നമ്മുടെ മനസ്സിലുണ്ട്, കയ്യിലോട്ട് വരാനാണ് പാട്. എല്ലാവരും ആർട്ടിസ്റ്റുമാണ്. ഈ ഭൂലോകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാവരെയും ദൈവം ആർട്ടിസ്റ്റായിട്ട് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പല കളറുകൾ ഇഷ്ടം, പലതരത്തിലുള്ള വീടുകൾ ഇഷ്ടം, പലതരത്തിലുള്ള കാറുകൾ ഇഷ്ടം, പലതരത്തിലുള്ള സ്ഥലങ്ങൾ ഇഷ്ടം, ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രവർത്തികമായി കയ്യിലോട്ട് വരണമെങ്കിൽ നമ്മുടെ കൈ ഫ്രീ ആകണം. അതിന് ഫ്രീ ഹാൻഡാണ് ആദ്യം ചെയ്യുന്നത്. അതായത് ഇതുപോലുള്ള ഡിസൈനുകൾ നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഡിസൈൻസ് ആദ്യം വരച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഡിസൈനിനെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഡിസൈനുകൾ വീണ്ടും നമുക്ക് പഠിക്കാം. പക്ഷെ ആദ്യം നിങ്ങൾ ഇങ്ങനെയുള്ളതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്യാൻ ആദ്യം ബുദ്ധിമുട്ടുള്ളവർ ഇടത്തോട്ട് നമ്മൾ വര റൗണ്ടാക്കുന്ന സി എന്ന ഇംഗ്ലീഷ് ലെറ്റർ, ഇടത്തോട്ടും വലത്തോട്ടും ചരിക്കുന്ന എസ് എന്ന ഇംഗ്ലീഷ് ലെറ്റർ, ഇത് എഴുതി പ്രാക്ടീസ് ചെയ്യുക. 0 വരച്ച് പ്രാക്ടീസ് ചെയ്യുക, അത് ഇച്ചിരി വലുതായിട്ട്. അപ്പോൾ ഇത് കുട്ടികളെ കൊണ്ടും പ്രാക്ടീസ് ചെയ്യിക്കുക, മുതിർന്നവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രോയിങ്ങിൽ അല്ലെങ്കിൽ കാരിക്കേച്ചറൊക്കെ വരയ്ക്കുന്നതിൽ ഒരു ഡിസൈനറിൽ ഒക്കെ പ്രാവീണ്യം നേടിയവരാകാം. അപ്പോൾ ഈ പ്രാക്ടീസാണ് നമുക്ക് ഇടത്തോട്ടും വലത്തോട്ടും കൈ ഫ്രീ ആകാനായിട്ട് ആദ്യം പഠിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് ക്ലാസ്സായിട്ട് നിങ്ങൾ കൂട്ടിക്കോളൂ. നമുക്കിത് നിങ്ങളുടെ പ്രതികരണം അനുസരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താലേ എനിക്കറിയാൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ എന്നെയും പ്രോത്സാഹിപ്പിക്കുക. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ച് ഇടയ്ക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 15 മിനിറ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ വരകളെല്ലാം തന്നെ ഇടത്തോട്ടും വലത്തോട്ടും നമുക്ക് ഫ്രീ ഹാൻഡ് ഡിസൈൻ വരുന്നതാണ്.